ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് പിൻ ഡയഗ്രാം ഓഫ് 8086 പ്രോസസ്സറാണ്, അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് 8086 പ്രോസസ്സറായിരുന്നു. അപ്പോൾ സിൻസ് ഇറ്റ് ഇസ് അവൈലബിൾ ഇൻ ദ ഫോം ഓഫ് ആൻ ഐ സി ചിപ്പ്, നമുക്ക് ഡിഫറെൻറ്റ് പിന്നുകൾ തീർച്ചയായിട്ടും ഐ സി ചിപ്പിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. ഈച്ച് ആൻഡ് എവറി പിന്നിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും അവരുടേതായ സെറ്റ് ഓഫ് ഓപ്പറേഷൻസും പെർഫോം ചെയ്യാനുണ്ടാവും. അപ്പം അതാണ് ഈച്ച് ആൻഡ് എവറി പിന്നുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, 8086 പ്രോസസ്സർ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ളൊരു പ്രോസസ്സറാണ് അല്ലേ. രണ്ട് രീതിയിൽ പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാം. ഒന്നുകിൽ മിനിമം മോഡിൽ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം പിന്നുകൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ 3 കാറ്റഗറി ആയിട്ടാണ് പിന്നുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ കാറ്റഗറിയിൽ കോമൺ ആയിട്ട് മിനിമം മോഡായാലും മാക്സിമം മോഡായാലും കോമൺ ആയിട്ട് ആക്റ്റീവ് ആവുന്ന പിന്നുകൾ, അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം മോഡിൽ മാത്രം കണ്ടുവരുന്നതും മൂന്നാമത്തത് മാക്സിമം മോഡിൽ മാത്രം കണ്ടുവരുന്നതുമായിട്ടുള്ള പിന്നുകളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ മിനിമം മോഡ് മാക്സിമം മോഡ് എന്നുള്ളത് എങ്ങനെ ഈ പ്രോസസ്സറിന് മനസ്സിലാക്കാൻ പറ്റും, അത് നമ്മൾ എക്സ്റ്റേണലി തന്നെ പറഞ്ഞു കൊടുത്താലേ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് പ്രോസസ്സറിനെ കൊണ്ട് മിനിമം മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കണോ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കണോ എന്നുള്ളത് എക്സ്റ്റേണലി തന്നെ ഒരു പ്രോഗ്രാമറോ യൂസറോ മറ്റേതെങ്കിലും ഡിവൈസിൻ്റെ സഹായത്തോടു കൂടിയോ ഈ പ്രോസസ്സറിനെ ഇൻഫോം ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അസൈൻ ചെയ്തിരിക്കുന്ന പിന്നാണ് 33ാമത്തെ പിന്നായ MN ബാർ MX ബാർ. MN ബാർ MX ബാർ കാണുന്നുണ്ടല്ലോ, 33rd പിന്ന്. ശരിക്കും ഈ ഒരു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ =1 കൊടുത്തു കഴിഞ്ഞാൽ MN ആക്റ്റീവ് ആവും. ദാറ്റ് മീൻസ് MN എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈ സിഗ്നലാണ്, മേളിൽ ബാർ ഇല്ലാത്തത് കൊണ്ട് ആക്റ്റീവ് ഹൈ സിഗ്നലായിട്ട് നമുക്ക് പറയാം. MX ബാർ ആക്റ്റീവ് ലോ സിഗ്നലാണ്, മേളിൽ ബാറുണ്ട്. അതായത് ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് വെച്ചാൽ എന്താണ്, 0 കൊടുത്താൽ മാത്രമേ ആക്റ്റീവ് ആവുള്ളൂ അല്ലേ. അപ്പോൾ MN ബാർ MX ബാർ എന്ന് പറയുന്ന ഒരൊറ്റ പിന്നാണ്. =1 കൊടുത്തു കഴിഞ്ഞാൽ മിനിമം മോഡിൽ വർക്ക് ചെയ്യും, =0 കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഈ 33ാമത്തെ പിന്നിൽ നിങ്ങൾ 1 വാല്യൂ കൊടുക്കുന്നോ 0 വാല്യൂ കൊടുക്കുന്നോ എന്നതിനനുസരിച്ചായിരിക്കും ഈ സെയിം പ്രോസസ്സറിനെ മിനിമം മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കണോ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കണോ എന്നൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പിന്നുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോക്കിക്കഴിഞ്ഞു. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന പിന്നുകളാണ്. ഓക്കെ, മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന പിന്നുകൾ. ഓക്കെ, അപ്പം മിനിമം മോഡിൽ വർക്ക് ചെയ്യുന്ന ഒന്നാമത്തെ പിന്നെന്ന് പറയുന്നത് M ബാർ IO ബാർ ആണ്. ഓക്കെ, M ബാർ IO ബാർ. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു പ്രോസസ്സറിന് സ്വന്തമായിട്ട് മെമ്മറിയോ വളരെയധികം വലിയ ഫങ്ഷണാലിറ്റീസോ ഒന്നുമില്ല. ഏറെക്കുറെ ജോലികൾ മാത്രമേ പ്രോസസ്സറിനെ കൊണ്ട് ചെയ്യിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. എക്സ്റ്റേണലി ബാക്കി എല്ലാ സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മെമ്മറി വെളിയിലിരിപ്പുണ്ട് അല്ലേ. നമുക്ക് ഡേറ്റ സ്റ്റോറേജിന് വേണ്ടി അത്യാവശ്യമായ ഒരു സ്റ്റോറേജ് മീഡിയം തന്നെയാണ് മെമ്മറി. മെമ്മറി നമുക്ക് വെളിയിലുണ്ട്. മെമ്മറിക്ക് പുറമെ വേറെയും കുറേ IO ഡിവൈസുകളുണ്ട്. ഓരോ ആവശ്യത്തിന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മറ്റ് പല IO ഡിവൈസുകളുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, മെമ്മറിയും ഒരു IO ഡിവൈസാണ് അല്ലേ. മെമ്മറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറിൻ്റെ വെളിയിലിരിക്കുന്ന ഒരു പെരിഫറൽ ഡിവൈസാണ്, അതായത് ഒരു എക്സ്റ്റേണൽ ഡിവൈസാണ്. നമ്മൾ ഈ മെമ്മറിയിൽ നിന്നും ഡേറ്റ എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡേറ്റ മെമ്മറിയിലോട്ട് കൊണ്ടുവയ്ക്കുകയോ ചെയ്യുന്നതനുസരിച്ച് അതിനെ IO ഡിവൈസായിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം മെമ്മറിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് IO ഡിവൈസ് പോലെ തന്നെ ഒരു IO ഡിവൈസാണ്. ഓക്കെ, അപ്പം മെമ്മറി ആണോ, അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ പറയുന്ന മെമ്മറിയാണോ പ്രോസസ്സർ ആക്സസ് ചെയ്യുന്നത്, അതോ മെമ്മറി അല്ലാതെ മറ്റേതെങ്കിലും ഒരു IO ഡിവൈസിനെയാണോ ആക്സസ് ചെയ്യുന്നത് എന്നതറിയിക്കാൻ വേണ്ടി, അതിൻ്റെ സ്റ്റാറ്റസ് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയാണ് M ബാർ IO ബാർ എന്ന് പറയുന്ന സിഗ്നൽ യൂസ് ചെയ്യുന്നത്. M ബാർ IO ബാർ സിഗ്നൽ 1 ആയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ആക്റ്റീവ് ഹൈ ഏതാണ് ഇതിനകത്ത് ആക്റ്റീവ് ഹൈ, M എന്ന് പറഞ്ഞ സിഗ്നലാണ് ആക്റ്റീവ് ഹൈ അല്ലേ. അതിൻ്റെ മേളിൽ ബാറില്ല, അപ്പോൾ ആക്റ്റീവ് ഹൈ സിഗ്നൽ എന്ന് പറയുന്നത് M ആണ്. അപ്പോൾ ദാറ്റ് മീൻസ് M ബാർ IO ബാർ എന്ന് പറയുന്ന സിഗ്നലിൻ്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ മെമ്മറി ഓപ്പറേഷൻ നടക്കും. ദാറ്റ് മീൻസ് പ്രോസസ്സർ മെമ്മറിയുമായിട്ടാണ് ഇൻ്റർഫേസ് ചെയ്ത് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. അതേസമയം M ബാർ IO ബാർ =0 കൊടുത്തു കഴിഞ്ഞാൽ ഒരു IO ഓപ്പറേഷനുമായിട്ടായിരിക്കും പ്രോസസ്സർ ഇൻട്രാക്ട് ചെയ്യുന്നത്. അതായത് മെമ്മറി അല്ലാതെ IO ഡിവൈസുമായിട്ടായിരിക്കും റീഡ് ചെയ്യുന്നത്, അതിങ്ങനെ റൈറ്റ് ചെയ്യുന്നത്. അപ്പം ആക്റ്റീവ് ലോ ആയതുകൊണ്ട് തന്നെ IO ബാർ ദാറ്റ് മീൻസ് നമുക്ക് IO ഡിവൈസുമായിട്ട് പ്രോസസ്സറിനെ ആക്റ്റീവ് ചെയ്യിപ്പിക്കണമെങ്കിൽ, ആക്റ്റീവ്ലി ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെങ്കിൽ M ബാർ IO ബാർ സിഗ്നൽ എന്ത് കൊടുത്താലേ പറ്റുള്ളൂ, 0 കൊടുത്താലേ പറ്റുള്ളൂ. അപ്പം മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്യണോ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യണോ, IOയിൽ നിന്ന് റീഡ് ചെയ്യണോ IOയിലോട്ട് റൈറ്റ് ചെയ്യണോ, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. മെമ്മറി ആണോ IO ആണോ വേറെ ഏതെങ്കിലും ഡിവൈസ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്, അത് M ബാർ IO ബാറിൻ്റെ സിഗ്നൽ വെച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അടുത്ത സിഗ്നൽ എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ മിനിമം മോഡാണ് പഠിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് സിഗ്നൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രപ്റ്റ് അക്നോളജ് ആണ്. അപ്പോൾ കോമൺ ആയിട്ടൊരു സിഗ്നൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു, അത് ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് സിഗ്നലായിരുന്നു. ഇൻട്രപ്റ്റ് റിക്വസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, നമ്മുടെ പ്രോസസ്സറിൻ്റെ നോർമൽ എക്സിക്യൂഷനെ ഇടയ്ക്ക് കുറച്ച് നേരത്തേക്കൊന്ന് ബ്രേക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വെളിയിൽ നിന്നും ഇൻട്രപ്റ്റ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇൻറ്റേർണലിയും ഇൻട്രപ്റ്റ് നടക്കാറുണ്ട്. ഓക്കെ, ഇൻറ്റേർണലിയും പ്രോസസ്സറിന് തന്നെ സ്വയം ഒന്ന് ഇൻട്രപ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. വെളിയിൽ നിന്നും എക്സ്റ്റേർണലി പ്രോഗ്രാമറോ മറ്റേതെങ്കിലും ഡിവൈസോ ഇവരെ ഇൻട്രപ്റ്റ് ചെയ്യാനും ചാൻസ്
ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ഞാൻ പറഞ്ഞു പ്രോസസ്സർ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു നിസ്സാരമായ ഒരു ഇൻറ്ററപ്റ്റ് വരുന്നതെങ്കിൽ അവരതിനെ നെഗ്ലക്റ്റ് ചെയ്യത്തേ ഉള്ളൂ, ഒന്നും റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് കൺസിഡർ ചെയ്യുകയോ ചെയ്യത്തില്ല. അതേസമയം പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ വലിയ ടൈപ്പ് ഓഫ് ഇൻറ്ററപ്റ്റ് ആണ് വെളിയിൽ നിന്നും വരുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രോസസ്സറിൻ്റെ നോർമൽ എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ഈ പറയുന്ന ഇൻറ്ററപ്റ്റ് കൺസിഡർ ചെയ്യും. ഇൻറ്ററപ്റ്റ് കൺസിഡർ ചെയ്യും, ഞാൻ കൺസിഡർ ചെയ്യുന്നു, ഞാനത് അപ്രൂവ് ചെയ്തു എന്നുള്ളതിൻ്റെ സിഗ്നൽ നോട്ടിഫിക്കേഷനാണ് ശരിക്കും ഇൻറ്ററപ്റ്റ് അക്നോളജ്. ഓക്കെ, ഇൻറ്ററപ്റ്റ് ടെക്നോളജിൻ്റെ സഹായത്തോടു കൂടിയാണ് INTA എന്ന് പറയുന്ന ഇൻറ്ററപ്റ്റ് ടെക്നോളജിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രോസസ്സർ ഈ പറയുന്ന ഇൻറ്ററപ്റ്റ് അക്സെപ്റ്റ് ചെയ്തു, ഓക്കെ, ഈ ഇൻറ്ററപ്റ്റ് കൺസിഡർ ചെയ്യാം എന്നുള്ളതിൻ്റെ മെസ്സേജ് ഇവർക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പല സിഗ്നലിലും ട്രൈ സ്റ്റേറ്റ് എന്നൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി, അത് ശരിക്കും ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ സിഗ്നൽസിനെ ബേസ് ചെയ്ത് എഴുതേണ്ട കാര്യമില്ല. ഈ ട്രൈ സ്റ്റേറ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ട്രൈ സ്റ്റേറ്റ് സിഗ്നലാണ് T1 T2 T3 ആക്റ്റീവാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക എന്താണ് ഈ പറയുന്ന ഓരോ സിഗ്നലിൻ്റെയും റോൾ എന്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ INTA എന്താണ്, ഇൻറ്ററപ്റ്റ് ടെക്നോളജി ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. അത് INTA ആയതുകൊണ്ട് ആക്റ്റീവ് ലോ സിഗ്നലാണ്, 0 കൊടുക്കുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. എപ്പോഴാണ് ഈ പറയുന്ന സിഗ്നൽ ആക്റ്റീവ് ലോ ആവുന്നത് അല്ലെങ്കിൽ 0 വാല്യൂ കൊടുക്കുമ്പോൾ ആക്റ്റീവ് ആവുന്നത് എപ്പോഴാണ്? ഈ പറയുന്ന പ്രോസസ്സർ ഇൻറ്ററപ്റ്റ് അപ്രൂവ് ചെയ്തു, ഈ കൊടുക്കുന്ന ഇൻറ്ററപ്റ്റ് അപ്രൂവ് ചെയ്തു, പരിഗണിക്കാം എന്നതിൻ്റെ ഒരു നോട്ടിഫിക്കേഷനാണ് ഇൻറ്ററപ്റ്റ് ടെക്നോളജി ചെയ്തുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ പ്രോസസ്സർ തിരിച്ച് ഈ ഇൻറ്ററപ്റ്റ് ടെക്നോളജി എന്ന് പറയുന്ന സിഗ്നൽ വഴി 0 വാല്യൂ കൊടുക്കുമ്പോൾ വെളിയിലിരിക്കുന്ന ഡിവൈസിന് മനസ്സിലാവും, ഞാൻ കൊടുത്ത ഇൻറ്ററപ്റ്റ് ഇവർ അംഗീകരിച്ചിട്ടുണ്ട്. മനസ്സിലായി, 0 വാല്യൂ കൊടുത്താലേ പറ്റുള്ളൂ, കാരണം ഇത് ആക്റ്റീവ് ലോ സിഗ്നലാണ്. 1 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? പ്രോസസ്സർ ഇൻറ്ററപ്റ്റ് ടെക്നോളജി ചെയ്തിട്ടില്ല, ഓക്കെ, പ്രോസസ്സർ ഇൻറ്ററപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതും ക്ലിയർ ആണ്. അടുത്ത് നമുക്ക് അഡ്രസ് ലാച്ച് എനേബിൾ. നമ്മൾ അഡ്രസ്സിൻ്റെ ഒരു കാര്യം പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. അഡ്രസ്സും ഡേറ്റയും മൾട്ടിപ്ലെക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ഏതൊക്കെ അഡ്രസ് ലൈൻസും ഡേറ്റ ലൈൻസും ആണ് മൾട്ടിപ്ലെക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്? AD0 മുതൽ AD15, ദാറ്റ് മീൻസ് A0 to A15 ഉണ്ട്, D0 to D15 ഉണ്ട്. ഇപ്പോൾ രണ്ടും കൂടെ മൾട്ടിപ്ലെക്സ് ചെയ്ത് കമ്പൈൻ ചെയ്തിരിക്കുകയാണെങ്കിലും ഈ പറയുന്ന കുറച്ച് സമയത്തേക്ക് ആദ്യത്തെ ക്ലോക്ക് സൈക്കിൾസിലെല്ലാം അഡ്രസ് ലൈൻസ് വർക്ക് ചെയ്യും, പിന്നത്തെ ക്ലോക്ക് സൈക്കിൾസിലെല്ലാം ഡേറ്റ വർക്ക് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പറയുന്ന ലാച്ച് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്ന സിഗ്നൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ AD0 AD15 എല്ലാം കമ്പൈൻഡ് ആയിട്ട് ജോയിൻ ആയിട്ട് കിടക്കത്തുള്ളൂ. നമ്മുടെ ലാച്ച് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ താക്കോൽ കൂട്ടമില്ലേ? ഓക്കെ, നമ്മുടെ എല്ലാ താക്കോലുകളും കൂടെ ഒരുമിച്ച് നല്ലോണം സൂക്ഷിച്ച് പ്രിസർവ് ചെയ്ത് ഒന്നുപോലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ലാച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ അഡ്രസ്സ് ഡേറ്റയും കൂടെ ഇങ്ങനെ ഗ്യാദർ ചെയ്ത് കിടക്കുമ്പോൾ ഇത് ഒന്നും മിസ്സായി പോവാതെ A0 to A15 D0 to D15 എല്ലാം കമ്പൈൻഡായിട്ട് ഒരുമിച്ച് ഒരു ലാച്ചിനകത്ത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആവശ്യത്തിനനുസരിച്ച് എടുക്കാനായിട്ട്. അപ്പം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നലാണ് എന്താ? ALE. അപ്പം നമ്മുടെ ഈ പറയുന്ന AD0 to AD15 എന്ന് പറയുന്ന അഡ്രസ് ലൈൻസ് ഡേറ്റ ലൈൻസ് ഒക്കെ കറക്റ്റായിട്ട് മൾട്ടിപ്ലെക്സ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങണമെങ്കിൽ ഈ സിഗ്നൽ ആദ്യമേ ഒന്ന് ആക്റ്റീവ് ആക്കണം, എന്നാലേ AD0 to AD15 ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങത്തുള്ളൂ. പിന്നെയാണ് അവർ ഡിസിഷൻ എടുക്കുന്നത് A0 to A15 കുറച്ച് നേരത്തേക്ക് വർക്ക് ചെയ്യണം, പിന്നെ അതിനുശേഷം D0 to D15. മനസ്സിലായല്ലോ? ആദ്യം ALE എനേബിൾഡ് ആവണം, ALE സിഗ്നൽ ഹൈ ആക്കി വെക്കുക, അപ്പം ഓട്ടോമാറ്റിക്കലി AD0 to AD15 വർക്ക് ചെയ്ത് തുടങ്ങും. അതിൽ A0 to A15 ആയിരിക്കും ആദ്യം വർക്ക് ചെയ്തതെന്ന്, പിന്നെ D0 to D15. ക്ലിയർ? ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ള സിഗ്നൽ DT/R, ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ്. ഓക്കെ, അപ്പോൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ആണ്. ഇതും നോക്കിയേ, =1 കൊടുത്താൽ എന്ത് സംഭവിക്കും? ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കും. =0 കൊടുത്താലോ R ഉണ്ട്, ദാറ്റ് മീൻസ് ഇത് റിസീവ് നടക്കും. അപ്പോൾ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യണോ, അങ്ങോട്ട് അയക്കണോ, അതോ ഡേറ്റയെ അവിടെ നിന്നും ഇങ്ങോട്ട് സ്വീകരിക്കണോ എന്നതാണ് പറയുന്ന സിഗ്നൽ. അത് സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബൈഡയറക്ഷണൽ ഡേറ്റാ ബസ് ബഫേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രോസസ്സറിന് മെമ്മറിക്ക് പുറമെ കുറച്ച് ഡേറ്റാ ബസ് ബഫേഴ്സ് ഇങ്ങനെ വെളിയിൽ റിസൈഡ് ചെയ്യുന്നുണ്ടാവും. ഡേറ്റാ ബസ് ബഫേഴ്സ്, ഓക്കെ, സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് വേണ്ടിയുള്ള ബഫേഴ്സ്. അപ്പോൾ ഈ ബഫേഴ്സിൽ നിന്നും ഡേറ്റ പ്രോസസ്സറിൻ്റെ കയ്യിലിരിക്കുന്ന ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ DT/R എന്ന് പറയുന്ന സിഗ്നൽ 1 ആക്കുക. അതേസമയം ബഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ പ്രോസസ്സർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ റിസീവ് ചെയ്യണമെങ്കിൽ DT/R എന്ന് പറയുന്ന സിഗ്നൽ 0 ആക്കി വെക്കുക. അതാണ് DT/R. അതേപോലെ തന്നെയാണ് നമ്മൾ ഡേറ്റ എനേബിൾ എന്ന് പറയുന്ന DEN എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ
ഡേറ്റയുടെ അവൈലബിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റയുടെ ഈ പറയുന്ന ഡേറ്റാബേസ് ബഫേഴ്സ് നമുക്ക് മേടിക്കാൻ പറ്റുമോ ഇല്ലയോ, അത്തരത്തിലൊരു ഡേറ്റാബേസ് ബഫേഴ്സ് ശരിക്കും അവൈലബിൾ ആണോ, അതിനകത്ത് ഡേറ്റ അവൈലബിൾ ആണോ, അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയാണ് DEN ബാർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, DEN ബാർ ഡേറ്റ എനേബിൾ. ദാറ്റ് മീൻസ് വാട്ട് എവർ ബഫേഴ്സ് ആർ റെസൈഡിങ് ഔട്ട്സൈഡ് വെദർ ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിങ് ഇനഫ് ഡേറ്റ വാട്ട് എവർ ഇസ് റിക്വയർഡ് ബൈ ദ പ്രോസസ്സർ, അതുണ്ടോ എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ DEN ബാർ എന്ന് പറയുന്ന സിഗ്നൽ, ഡേറ്റ എനേബിൾ സിഗ്നൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്. ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് വെച്ചാൽ മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്താണ്? 0 ആണെങ്കിൽ മാത്രമേ അവിടെ ഡേറ്റാബേസ് ബഫേഴ്സിൽ ഡേറ്റ ഉണ്ടോ എന്നുള്ള ചെക്കിംഗ് പോലും അവർ ചെയ്യത്തുള്ളൂ. 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് കൺസിഡർ ദിസ് ഡേറ്റാബേസ് ബഫേഴ്സ് ആൻഡ് ഓൾ ആൻഡ് വാട്ട് എവർ ഡേറ്റ വിച്ച് ഇസ് റെസൈഡിങ് ഇൻ ഇറ്റ്. അടുത്ത സിഗ്നൽസ് എന്ന് പറയുന്നത് 2 സിഗ്നലാണ്, ഒറ്റ സിഗ്നൽ അല്ല. ഓക്കെ, ഹോൾഡും ഉണ്ട്, ഹോൾഡ് അക്നോളജും ഉണ്ട്. ഓക്കെ, അപ്പം ഹോൾഡ് എന്താണ്, ഹോൾഡ് അക്നോളജ് എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ പ്രോസസ്സറിന് സ്വന്തമായിട്ട് പല റിസോഴ്സുകളുണ്ട്. അതിലൊന്നാണ് ബസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന പ്രോസസ്സറിൻ്റെ റിസോഴ്സുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും മറ്റ് ഡിവൈസുകൾക്ക് വിട്ടുകൊടുക്കേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ഓക്കെ, മറ്റ് മെമ്മറിക്കാകാം, അല്ലെങ്കിൽ മറ്റ് വേറെ ഏതെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസസിന് അവരുടേതായ ലോജിക്ക് അനുസരിച്ച് അവരുടേതായ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ ഈ റിസോഴ്സുകൾ വിട്ടുകൊടുക്കേണ്ട സിറ്റുവേഷൻ വരാം. അപ്പോൾ ഈ ഹോൾഡ് റിക്വസ്റ്റ് കൊടുക്കുമ്പോഴാണ് ഓക്കെ ഒരു വെളിയിലുള്ള ഡിവൈസ് ഈ പറയുന്ന റിസോഴ്സുകൾ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കുന്നതാണ് ഹോൾഡ് റിക്വസ്റ്റ് വഴി ചെയ്യുന്നത്. അതായത് ഹോൾഡ് സിഗ്നൽ ആക്റ്റീവ് ആക്കി വെച്ചിട്ടുണ്ട്. ഹോൾഡ് ഒരു ആക്റ്റീവ് ഹൈ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ വെളിയിൽ നിന്നും ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഹോൾഡ് സിഗ്നൽ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യും. അപ്പോൾ പ്രോസസ്സറിന് മനസ്സിലാവും എൻ്റെ ഏതൊക്കെയോ റിസോഴ്സ് ഈ പറയുന്ന വെളിയിലിരിക്കുന്ന ഡിവൈസിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ, പ്രോസസ്സർ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. പ്രോസസ്സർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയാണെങ്കിൽ ഉടനെയൊന്നും ആ സ്വന്തമായിട്ട് ഇരിക്കുന്ന റിസോഴ്സ് പ്രോസസ്സർ കൊടുക്കില്ല. അതേസമയം അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിക്ക് ആവശ്യമായ റിസോഴ്സാണ് വെളിയിലിരിക്കുന്ന ഡിവൈസ് പ്രോസസ്സറിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പം തരാം, റിസോഴ്സ് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ തന്നെ തരാം എന്നുള്ള അക്നോളജ്മെൻറ്റ് കൊടുക്കും. ക്ലിയർ ആണല്ലോ. അപ്പം ഈ പറയുന്ന റിസോഴ്സുകൾ പ്രോസസ്സറിന് ആവശ്യമായ വെളിയിലിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസിന് ആവശ്യമായ റിസോഴ്സുകൾ കുറച്ച് നേരത്തേക്ക് അവരുടെ അവൈലബിലിറ്റി ഇവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി അല്ലേ, അവരുടെ ആ ഒരു കൺട്രോള് വിട്ടുകൊടുക്കാൻ വേണ്ടിയാണ് ഹോൾഡ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അത് സാങ്ഷൻ ചെയ്യുക, ആ റിക്വസ്റ്റ് സാങ്ഷൻ ചെയ്യുക എന്നുള്ളതാണ് ഹോൾഡ് അക്നോളജ്. ഓക്കെ, അപ്പം ഹോൾഡ് അക്നോളജ് നമ്മൾ 0 ആക്കി വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ പ്രോസസ്സർ ഇസ് നോട്ട് റെഡി ടു പ്രൊവൈഡ് ദ റിസോഴ്സസ് വാട്ട് എവർ ഇസ് റിക്വസ്റ്റഡ് ബൈ ദ എക്സ്റ്റേണൽ ഡിവൈസ്. ഓക്കെ, അപ്പം ഇത്രയുമായിരുന്നു നമ്മുടെ മിനിമം മോഡിൽ മാത്രം വർക്ക് ചെയ്തിരുന്ന പിന്നുകൾ. ഓക്കെ, അതേസമയം മാക്സിമം മോഡിൽ മറ്റ് പിന്നുകളാണ്. അതായത് ഈ മിനിമം മോഡിൽ പറഞ്ഞ പിന്നുകൾ ആ മിനിമം മോഡിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം അതിന് പകരം മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുന്ന പിന്നുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S0, S1, S2. ശ്രദ്ധിക്കുക, നമ്മൾ S3ഉം S4ഉം S5ഉം S6ഉം S7ഉം പഠിച്ചു. അതെല്ലാം നമ്മൾ കോമൺ ആയിട്ട് പഠിച്ച സംഭവങ്ങളായിരുന്നു അല്ലേ. S3ഉം S4ഉം വെച്ചിട്ടാണ് നമ്മൾ സെഗ്മെൻറ്റ്സ് ഡിസൈഡ് ചെയ്യുന്നത്. S5 വെച്ചായിരുന്നു ഇൻട്രപ്റ്റ് വന്നാലുള്ള സ്റ്റാറ്റസ് ലൈൻ കാണിക്കുന്നത്. S6 ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ 0 ആയിരുന്നു. പിന്നെ അടുത്തത് S7 എന്ന് പറഞ്ഞാൽ BHU ആയിട്ട് അല്ലേ, അതിൻ്റെ ഒരു ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻ്റെ സ്റ്റാറ്റസ് ഹൈലൈറ്റ് ചെയ്യാനായിരുന്നു S7 നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശരിക്കും സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള S0, S1, S2 ബാറാണ്. ഓക്കെ, അത് മനസ്സിലാക്കിക്കൊള്ളുക. S0 ബാർ ആക്റ്റീവ് ലോ സിഗ്നൽസ് ആണ് 3. ശ്രദ്ധിക്കുക, ഇതും നോക്കിയേ, S0, S1, S2 റൈറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. S3യുടെ S4ൻ്റെയും ടേബിൾ പഠിച്ചപ്പോഴും റൈറ്റിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം S0, S1, S2 അങ്ങനെ എഴുതി പോവുക. പക്ഷേ ബാക്കിയെല്ലാം 0, 0, 0, 0, 0, 1, 0, 1, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 1, 0, 1, 1, 1. ഓക്കെ, അതെല്ലാം നമ്മൾ നോർമലായിട്ട് തന്നെ എഴുതുക. ബട്ട് ദ തിങ് ഇസ് ദാറ്റ് തിരിഞ്ഞു പോകരുത്. S0, S1, S2ന് പകരം നിങ്ങൾ S2, S1, S0 എന്ന് വേണം എഴുതാൻ. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് എഴുതി പോകുമ്പോൾ S2, S1, S0 ബാർ എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പം എന്തായാലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പറേഷൻ ഓവറോൾ ആയിട്ടുള്ള മെമ്മറി ആയാലും IO ഓപ്പറേഷൻ ആയാലും എന്ത് ഓപ്പറേഷനാണ് നടക്കുന്നത് എന്നതിൻ്റെ സ്റ്റാറ്റസാണ് ഈ പറയുന്ന സിഗ്നൽസ്. ദാറ്റ് മീൻസ് നമ്മുടെ വെളിയിൽ മാക്സിമം മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി അറിയാം പ്രോസസ്സറിന് ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്തു തീർക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് മറ്റ് പ്രോസസ്സേഴ്സിൻ്റെയും കൂടി സഹായത്തോടു കൂടി അല്ലെങ്കിൽ മറ്റ് വേറെ വലിയ എക്സ്റ്റേണൽ ഡിവൈസസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രോസസ്സറിന് ഏത് മോഡിൽ സെറ്റ് ചെയ്താലേ പറ്റുള്ളൂ, മാക്സിമം മോഡിൽ സെറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ സംഭവിക്കുന്നത് എന്താ, നമ്മുടെ പ്രോസസ്സർ
മറ്റ് പ്രോസസ്സേഴ്സുമായിട്ടോ അല്ലെങ്കിൽ മറ്റ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദാറ്റ് മീൻസ് സാധാ IO ഡിവൈസോ മെമ്മറിയോ അല്ലാതെ മറ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനാലിറ്റി ചെയ്യുന്ന മറ്റ് ഡിവൈസുമായിട്ട് ഇൻ്റർഫേസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുമ്പോൾ പലപ്പോഴും പ്രോസസ്സറിന് പലതും അവെയർ ആവണം അല്ലേ, ഈ പറയുന്ന എക്സ്റ്റേണൽ ഡിവൈസ് അവരുടെ ജോലി ചെയ്തോ ഇല്ലയോ, അല്ലെങ്കിൽ അവരവരുടെ ഓപ്പറേഷൻസ് ചെയ്തോ, അവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവാണ്, എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മെമ്മറിയും IOയും പോലെ അല്ല, പ്രോസസ്സറിൻ്റെ വെളിയിൽ മെമ്മറിയും IO ഇരിക്കുന്നത് പോലെയല്ല മറ്റ് പ്രോസസ്സേഴ്സോ അല്ലെങ്കിൽ അത്രയും റെലവൻസ് ഉള്ള മറ്റേതെങ്കിലും ഒരു ഡിവൈസാണ് വെളിയിൽ ഈ പ്രോസസ്സറിനെ സഹായിക്കാനായിട്ട് നിൽക്കുന്നതെങ്കിൽ, ദാറ്റ് മീൻസ് മാക്സിമം മോഡിൽ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നെങ്കിൽ ഇവരുടെയൊക്കെ ഫംഗ്ഷനാലിറ്റി അപ്ഡേറ്റഡ് ആയിട്ട് പ്രോസസ്സറിന് കിട്ടിക്കൊണ്ടേയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സ്റ്റാറ്റസ് ലൈൻസ് S0, S1, S2 യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് 3 0 ആണെങ്കിൽ ഇൻട്രപ്റ്റ് അക്നോളജ് ആണ്. 001 ആണെന്നുണ്ടെങ്കിൽ IO പോർട്ടിൽ നിന്നും റീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 010 ആണെങ്കിൽ IO പോർട്ടിലോട്ട് റൈറ്റ് ചെയ്ത് കൊടുക്കുവാണ്. 011 ആണെങ്കിൽ ഹോൾട്ട് ചെയ്ത് നിൽക്കുവാണ്, ദാറ്റ് മീൻസ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുവാണ്. ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് നിൽക്കുവാണ്, പ്രോസസ്സ് ഒന്നും ചെയ്യാതെ നിർത്തി വെച്ചേക്കുവാണ്. ഹോൾട്ട് എന്ന് വെച്ചാൽ നിർത്തി വെക്കുക. 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് എന്തോ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 101 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഡേറ്റ മെമ്മറിയിൽ നിന്നും റീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഡേറ്റ മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്യുവാണ്. 111 എന്ന് പറഞ്ഞാൽ പാസീവാണ്. അതായത് ഇത്രയും പറഞ്ഞിരുന്ന ദാറ്റ് മീൻസ് ടോപ്പ് ആദ്യം മുതലേ പറഞ്ഞിരുന്നതെല്ലാം ആക്റ്റീവ് പ്രോസസ്സായിരുന്നു, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. ആ പറയുന്ന ഡിവൈസുകൾ ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, ഇത്രയും ഫംഗ്ഷനാലിറ്റീസോ ഓപ്പറേഷൻസ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്നെങ്കിൽ മെമ്മറിയിലോ IOയിലോ അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് തീർന്ന് കംപ്ലീറ്റ് ഫേസിലോ. ഹോൾട്ട് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് തീർന്ന സിറ്റുവേഷനിലാണ്, അല്ലാതെ ആക്റ്റീവ് ആവാതെ ഇരിക്കുന്നില്ല. അപ്പം 111 ആണെങ്കിൽ പാസീവാണ്, ദാറ്റ് മീൻസ് നോ വർക്ക് അറ്റ് ഓൾ, ദാറ്റ് മീൻസ് ഒരു വർക്കും ചെയ്യുന്നില്ല, ഐഡലായിട്ട് ഇരിക്കുവാണ്. അത് ഹോൾട്ടുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഹോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഓപ്പറേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ കംപ്ലീഷൻ കഴിഞ്ഞിട്ട് ഫൈനലി റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അത് ഐഡൽ എന്നോ അല്ലെങ്കിൽ പാസീവ് എന്നോ വിളിക്കാൻ പറ്റത്തില്ല. പാസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡെഡായിട്ട് ഇരിക്കുവാണ് ആ ഒരു സിറ്റുവേഷൻ. അപ്പം അതാണ് നമ്മുടെ ഈ പറയുന്ന 3 സ്റ്റാറ്റസ് സിഗ്നൽസ്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിഗ്നലാണ് ലോക്ക് സിഗ്നൽ. ലോക്ക് സിഗ്നലും ആക്റ്റീവ് ലോ സിഗ്നലാണ്. ലോക്ക് സിഗ്നൽ നമുക്ക് ഈ പറയുന്ന സംഭവം ബസ് ലോക്ക് ചെയ്യാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആക്റ്റീവ് ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് 0 വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന റിസോഴ്സുകൾ പ്രോസസ്സറിനെ ലോക്ക് ചെയ്ത് അങ്ങ് വെക്കാം. അതായത് പ്രോസസ്സറിൻ്റെ സ്വന്തമായിട്ടുള്ള സംഭവങ്ങളാണല്ലോ ഈ ബസ്സുകളും മറ്റ് റിസോഴ്സുകളും. മറ്റ് ആൾക്കാർ ചോദിക്കുന്നതനുസരിച്ചാണ് വിട്ടുകൊടുക്കുന്നത്. പ്രോസസ്സറിൻ്റെ സ്വന്തം ആവശ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ മറ്റ് ഡിവൈസുകൾക്ക് ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ടോ പ്രോസസ്സർ വിട്ടുകൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ പ്രോസസ്സറിന് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലികൾ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന റിസോഴ്സുകൾ അങ്ങ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങ് ചെയ്യാം. ദാറ്റ് മീൻസ് ഈ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും റിക്വസ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ലോക്ക്ഡ് സിറ്റുവേഷനിൽ ഈ റിസോഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ്റ്റേണൽ ഡിവൈസസ് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യും, റിക്വസ്റ്റ് ചെയ്യാൻ പോകത്തില്ല. അപ്പോൾ ഈ ബസ്സും അതുപോലെ മറ്റ് റിസോഴ്സുകളും പ്രോസസ്സറിനെ യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയോ പ്രോസസ്സിങ്ങോ ചെയ്യേണ്ട സിറ്റുവേഷൻ പ്രോസസ്സറിന് സ്വന്തമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഹി വിൽ ബി സിംപ്ലി ലോക്കിംഗ് ദാറ്റ് പെർട്ടിക്കുലർ റിസോഴ്സ് സോ ദാറ്റ് ഹി ക്യാൻ കണ്ടിന്യൂ ദ ഓപ്പറേഷൻ വിത്തൗട്ട് എനി ഇൻട്രപ്ഷൻ. വേറെ ആരും ഇൻട്രപ്റ്റ് ചെയ്യാതെയോ ബ്ലോക്ക് ചെയ്യാതെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കാരണം അതൊന്നും തടയാതെയോ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സറിന് ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. അതേസമയം ലോക്ക് ചെയ്യാതിരുന്നാലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ റിക്വസ്റ്റുകൾ ഇങ്ങനെ ബസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും റിസോഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയും ഇങ്ങനെ വെളിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ക്യൂ സ്റ്റാറ്റസ്. അടുത്ത മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുന്നതാണ് ക്യൂ സ്റ്റാറ്റസ്. എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമുക്ക് ഇൻസ്ട്രക്ഷൻ ക്യൂ എന്ന് പറയുന്നൊരു സംഭവം ആർക്കിടെക്ചർ പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടോ? ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ് യൂണിറ്റാണ് 6 bytes സൈസുള്ള ഇൻസ്ട്രക്ഷൻ ക്യൂ. ആ ഇൻസ്ട്രക്ഷൻ ക്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? 6 bytes വരെ സൈസുള്ള ഇൻസ്ട്രക്ഷൻസ് ആ ക്യൂവിൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓരോ തവണയും എക്സിക്യൂഷൻ കഴിയുന്നതനുസരിച്ച് ആ ക്യൂവിൽ നിന്നുമാണ് ഓരോ ഇൻസ്ട്രക്ഷൻസ് എടുത്തുകൊണ്ട് പോയി എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം തീരുന്നതനുസരിച്ച് മെമ്മറിയിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് എന്ത് ചെയ്തോളും, ഈ ക്യൂ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേ ഇരുന്നോളും. അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ സംഭവം അതല്ല. നമ്മുടെ ഈ പറയുന്ന പ്രോസസ്സർ മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം, മറ്റ് പ്രോസസ്സറുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്യൂവിൻ്റെ സ്റ്റാറ്റസ് ആ പ്രോസസ്സേഴ്സിന് അറിയേണ്ട സിറ്റുവേഷൻ വരും. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഓപ്പറേഷൻസ് നമുക്ക് സഹായകരമായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? നമ്മളിപ്പം പ്രോസസ്സർ നമ്മളാണ് ശരിക്കും മാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഈ പറയുന്ന പ്രോസസ്സേഴ്സ് കൂടെയുള്ള പ്രോസസ്സേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത്. അപ്പം ദ തിങ് ഇസ് ദാറ്റ് ഈ പറയുന്ന പ്രോസസ്സേഴ്സ് നമ്മളെ സഹായിക്കാനാണ് ഇരിക്കുന്നതെങ്കിലും പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ്
ഓക്കെ, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ എപ്പം ഏത് റിസോഴ്സ് യൂസ് ചെയ്യുന്നു, എന്ത് കാര്യമാണ് ചെയ്യുന്നത്, എന്തൊക്കെ വേക്കൻസി ഉണ്ട്, എല്ലാം അവർക്കും ചില സമയത്ത് അവർക്കും അവെയർ ആയിരിക്കണം. അപ്പോൾ ഈ ക്യൂവും അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ക്യൂവിൻ്റെ സ്റ്റാറ്റസും ചിലപ്പോൾ ചില സിറ്റുവേഷൻ ഈ പറയുന്ന വെളിയിലിരിക്കുന്ന ഡിവൈസുകൾക്ക് അറിയേണ്ട സിറ്റുവേഷൻ വരാം. അപ്പോൾ 2 സിഗ്നലാണ് നമുക്കുള്ളത്, QS0യും QS1ഉം. ശ്രദ്ധിക്കുക, ഇതും തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. 10 ആണ് എഴുതിയിരിക്കുന്നത്, 01 അല്ല. ഓക്കെ, പക്ഷേ 0001 1011 നമ്പേഴ്സ് എല്ലാം സെയിം ഫോമിലാണ്. ഓക്കെ, അപ്പോൾ QS1ഉം QS0യും 00 ആണെങ്കിൽ നോ ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ ക്യൂ 8086 പ്രോസസ്സറിൻ്റെ ഇൻസ്ട്രക്ഷൻ ക്യൂ പ്രത്യേകിച്ച് ഒരു ഓപ്പറേഷനും ചെയ്യുന്നില്ല. QS1 0യും QS0 1ഉം ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ ഓപ്പ് കോഡ് ഫ്രം ദ ക്യൂ വാസ് ഫസ്റ്റ്. അതായത് എന്ത് ചെയ്തു, ഓപ്പ് കോഡ്, അതായത് ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ്റെ ആദ്യത്തെ ബൈറ്റ്, ഓരോ ഇൻസ്ട്രക്ഷനും ഓപ്പ് കോഡും ഉണ്ട്, ഓപ്പറൻറ്റും ഉണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഓപ്പ് കോഡ് ഫെച്ച് ചെയ്തുകൊണ്ട് വന്നു എന്നതാണ് നമ്മുടെ ആ സ്റ്റാറ്റസ് വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി QS1 1ഉം QS00 ആണെന്നുണ്ടെങ്കിലോ MTQ ആണ്, അതായത് എല്ലാ എക്സിക്യൂഷൻസും കംപ്ലീറ്റ് ആയി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതേസമയം 2ഉം 1 ആണെന്നുണ്ടെങ്കിലോ സബ്സിക്വൻറ്റ് ബൈറ്റ്, ദാറ്റ് മീൻസ് ആദ്യം ഈ 1ഉം 0യും 1ഉം സെക്കൻഡ് സ്റ്റാൻഡിൽ എന്തുവാ നമ്മൾ പറഞ്ഞത്, ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓപ്പ് കോഡ് വാസ് ഫെസ്റ്റ് അല്ലേ, ഫസ്റ്റ് ബൈറ്റ് ഓഫ് ദ ഓപ്പ് കോഡ് ഫ്രം ദ ക്യൂ വാസ് ഫെസ്റ്റ്. അതായത് പിന്നെയുള്ള ബൈറ്റുകൾ ഫെച്ച് ചെയ്യുന്നതാണ് 1 വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് കാണുമ്പം ഏകദേശം വെളിയിലിരിക്കുന്ന പ്രോസസ്സേഴ്സിന് ഏകദേശം ഒരു ധാരണ കിട്ടും, ഈ പറയുന്ന പ്രോസസ്സറിൻ്റെ ക്യൂവിൽ എത്രത്തോളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇവർ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഓപ്പറേഷൻസോ എക്സിക്യൂഷൻസോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം അതാണ് ക്യൂ സ്റ്റാറ്റസ്. ഇനി അടുത്തത് നമുക്ക് 2 സിഗ്നൽസ് ഉണ്ട്. ഓക്കെ, റിക്വസ്റ്റ് ചെയ്യണോ ഗ്രാൻഡ് ചെയ്യണോ എന്നറിയാനായിട്ട് 2 സിഗ്നൽസ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ RQ⁻GT0യും RQ⁻GT1ഉം. അതായത് 2 സിഗ്നൽസ് ഒരേ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, 0യുടെ ടേംസിലും 1ൻ്റെ ടേംസിലും. ഒന്നുകിൽ RQ⁻GT0 ഉണ്ട്, അല്ലെങ്കിൽ RQ⁻GT1 ഉണ്ട്. രണ്ട് സിഗ്നലാണ്, ഡോണ്ട് തിങ്ക് ഇറ്റ് ആസ് 1. അപ്പം RQ⁻GT0 ഉണ്ട്, രണ്ടാമത് RQ⁻GT1 ഉണ്ട്. അപ്പം RQ⁻GT0യ്ക്കായിരിക്കും ഹയർ പ്രയോറിറ്റി ദെൻ RQ⁻GT1. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്യണോ അതോ ഗ്രാൻഡ് ചെയ്യണോ, മനസ്സിലായോ? അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ബസ്സായാലും പല റിസോഴ്സുകളായാലും നമുക്ക് പലപ്പോഴും മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ പ്രോസസ്സറിന് ഈ പറയുന്ന സംഭവങ്ങൾ റിലീസ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പ്രോസസ്സറിന് ചിലപ്പോൾ മറ്റ് പ്രോസസ്സറുകളുടെ 8086 പ്രോസസ്സറിന് മറ്റ് പ്രോസസ്സറുകളുടെ പല റിസോഴ്സുകളും ആവശ്യമായിട്ട് വരും. അങ്ങനെ പല സിറ്റുവേഷൻസും വരും. അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സുകൾ കമ്പാറ്റബിളായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഫങ്ഷനിങ് നടക്കത്തുള്ളൂ. അല്ലാതെ ഇതെൻ്റെ റിസോഴ്സാണ് അല്ലെങ്കിൽ എൻ്റെ ബസ്സാണ് എൻ്റെ കമ്പണൻ്റ് ആണ് എന്ന് വിചാരിച്ച് മാറ്റി വെച്ചാൽ നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കില്ല. അപ്പോൾ റിക്വസ്റ്റ് ചെയ്യണോ ഗ്രാൻഡ് ചെയ്യണോ, ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ബസ് റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മേടിക്കാം അതിൻ്റെ ആക്സസിൻ്റെ കൺട്രോൾ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബസ് മറ്റേതെങ്കിലും ഡിവൈസ്, ഓക്കെ, മാക്സിമം മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പ്രോസസ്സേഴ്സ് വെളിയിൽ നിൽപ്പുണ്ടാവും. അതിൽ ഏതെങ്കിലും പ്രോസസ്സറിന് നമ്മുടെ സ്വന്തമായിട്ടുള്ള ബസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 രീതിയിൽ ഇത് ചെയ്യാം. ഒന്നുകിൽ GT0 വഴി ചെയ്യാം, അല്ലെങ്കിൽ GT1 വഴി ചെയ്യാം. രണ്ടും സൈമിൾട്ടേനിയസ്ലി വരുവാണെങ്കിൽ, 2 സിഗ്നലും സൈമിൾട്ടേനിയസ്ലി വരുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, GT0 ആയിരിക്കും ആദ്യം കൺസിഡർ ചെയ്യുന്നത്. ആ റിക്വസ്റ്റ് ആദ്യം ഗ്രാൻഡ് ചെയ്യും, അതിനുശേഷം മാത്രമേ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഗ്രാൻഡ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് ഈ പറഞ്ഞു തന്നിരിക്കുന്നത്. അടുത്ത സിഗ്നലല്ല, ഓൾമോസ്റ്റ് സിഗ്നലിൻ്റെ കൺസെപ്റ്റ് എല്ലാം കഴിഞ്ഞു. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്, നമ്മുടെ ഒരു ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിൻ്റെ കൺസെപ്റ്റോട് കൂടി എക്സിക്യൂഷൻ നടക്കുന്നത് അല്ലേ. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്ന കാര്യമാണ്, കഴിഞ്ഞ ക്ലാസ്സിലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആദ്യമേ ഒരു ഇൻസ്ട്രക്ഷൻ വരും. ഓക്കെ, ആ ഇൻസ്ട്രക്ഷനെ കണ്ടാൽ പ്രോസസ്സിന് ഒന്നും മനസ്സിലാവത്തില്ല. ഹ്യൂമൻ ലാംഗ്വേജ് വോണ്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ദ മെഷീൻസ് അല്ലേ. അപ്പോൾ അതിന് മെഷീൻസിന് മനസ്സിലാക്കാൻ പറ്റുന്ന ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 2 പാർട്ടുകളുണ്ട്, ഓപ്പ് കോഡ് പാർട്ടും ഓപ്പറൻറ്റ് പാർട്ടും. അപ്പം ഈ ഓപ്പ് കോഡ് പാർട്ടിനെ കറസ്പോണ്ടിങ് ഡീകോഡിങ് യൂണിറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഡീകോഡ് ചെയ്ത് ന്യൂമോണിക് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യും, ന്യൂമോണിക് കോഡ്. ഓക്കെ, അപ്പം ഈ ന്യൂമോണിക് കോഡ് കണ്ടാൽ ഓട്ടോമാറ്റിക്കലി പ്രോസസ്സറിന് മനസ്സിലാവും എന്താണ് ഈ ഓരോ ഇൻസ്ട്രക്ഷൻ്റെ മീനിങ് എന്ന്. ഓക്കെ, അപ്പം ഈ ന്യൂമോണിക് കോഡിൻ്റെ ഡീറ്റെയിൽസും ഒരു ടേബിളിൻ്റെ ഫോമാറ്റിൽ ഓൾറെഡി പ്രോസസ്സറിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്.
ഡീകോഡിംഗ് യൂണിറ്റ് കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്, നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ദ തിങ് ഇസ് ദാറ്റ് ഈ പറയുന്ന ഓപ്പ് കോഡുകൾ എടുത്തുകൊണ്ട് വന്ന് ന്യൂമോണിക് കോഡിലോട്ട് കൺവേർട്ട് ചെയ്ത് പ്രോസസ്സറിന് കൊടുക്കുമ്പോൾ പ്രോസസ്സറിന് മനസ്സിലാക്കി എന്നിട്ടാണ് അതിൻ്റെ എക്സിക്യൂഷൻ എല്ലാം ചെയ്യുന്നത്. ഇതേപോലെ എല്ലാ ഇൻസ്ട്രക്ഷൻ്റെ കാര്യത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. എല്ലാ ഇൻസ്ട്രക്ഷൻ്റെ കാര്യത്തിലും ഇവർ ഇതേ സെയിം പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യൂവിലോട്ട് എങ്ങനെ നമ്മൾ കൊണ്ടുവരുന്നത്, ക്യൂവിലിപ്പം 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷനും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓപ്പറൻ പാർട്ട് അങ്ങനെ കാണത്തില്ല, ഓപ്പ് കോഡ് പാർട്ട് മാത്രമായിട്ടായിരിക്കും കാണുന്നത്. അപ്പം നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ്, അതായത് ന്യൂമോണിക് കോഡ് കണ്ടിട്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ ഓപ്പ് കോഡ് എടുത്തുകൊണ്ട് വരും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ ഓർമ്മയുണ്ടോ, മൂവ് AL, BL. അപ്പം മൂവ് AL എന്ന് പറയുന്നത് മാത്രമാണ് ഓപ്പ് കോഡ്, BL എന്ന് പറയുന്നത് ഓപ്പറൻ പാർട്ടാണ്. അപ്പം മൂവ് AL എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തോന്നോ സംഭവത്തിലുള്ള ഡേറ്റ് എടുത്തുകൊണ്ട് വന്ന് AL കൊണ്ടുവയ്ക്കാനാണ് പറയുന്നതെന്ന്. അപ്പം നാച്ചുറലി അവർ പോയി നോക്കണം, അവർ പോയി നോക്കണം എന്താ അടുത്ത രജിസ്റ്റർ ഏതാണ് ഇൻസ്ട്രക്ഷനിൽ പ്രോഗ്രാമർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നത്, ഇങ്ങനെ ഓരോ ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് 1 by 1 ലോഡ് ആവുന്നതനുസരിച്ച് നമ്മുടെ ക്യൂവിൽ ഇങ്ങനെ ഫില്ലായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വേറൊരു കാര്യം മനസ്സിലാക്കാം, നമ്മളെപ്പോഴും ഒരു ഫെച്ചിങ് കഴിഞ്ഞിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ് ഇങ്ങനെ ഫെച്ച് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ ക്യൂവിൽ വെച്ചതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം 2 ബൈറ്റെങ്കിലും ഫ്രീ ആക്കി വെച്ചേക്കും. ഓക്കെ, 2 ബൈറ്റെങ്കിലും ഫ്രീ ആക്കി ഇങ്ങനെ നിർത്തിയേക്കും. അതിനുശേഷം മാത്രമേ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഓപ്പ് കോഡ് ഫെച്ചിനെ പറ്റി അവർ ചിന്തിക്കത്ത് പോലും ഉള്ളൂ. ഓക്കെ, അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കി വെച്ചേക്കുക, ഇതിൻ്റെ ഓവറോൾ ഫംഗ്ഷനിങ്ങോ വർക്കിങ്ങോ അങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ പഠിച്ചത് 2 പാർട്ടായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിൻ ഡയഗ്രാം അല്ലെങ്കിൽ സിഗ്നൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് 2 പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൊത്തത്തിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും അല്ല. ഈ പിൻ ഡയഗ്രാം അങ്ങനെ ഒരു തവണ എന്തോ ചോദിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു, KTUവിൽ ഒരു തവണ എന്തോ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി എന്തായാലും പഠിച്ച് വെച്ചേക്കുക. ഓക്കെ, ഇങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പം എന്തായാലും നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുക. ആദ്യം ഈ പറയുന്ന മിനിമം മോഡ് മാക്സിമം മോഡിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് ഓരോ കാറ്റഗറി ഓഫ് പിൻസും പറയുക. ചില സമയത്ത് മിക്കപ്പോഴും നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് ഓരോ പിന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് പിൻസ് ഓഫ് 8086. ആദ്യം ടെസ്റ്റ് ബാർ, രണ്ടാമത് ലോക്ക് ബാർ, മൂന്നാമത് റെഡി. അപ്പോൾ ഈ 3 പിന്നിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, വേറെ 3 മാർക്കിനായിട്ട്. അപ്പം അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇനി അല്ലാതെ മൊത്തത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ദ മിനിമം മോഡ് കോൺഫിഗറേഷൻ ഓഫ് 8086 ചോദിച്ചാൽ മിനിമം മോഡിലെ പിന്നുകൾ മാത്രം എഴുതണം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പഠിക്കുക. എന്തായാലും ഓവറോൾ ആയിട്ട് നമ്മൾ പഠിച്ചാലേ പറ്റത്തുള്ളൂ. ഓക്കെ.